വിഷ്ണു, നിലവിൽ MSC എൽസാത്രി എന്ന ചരക്ക് കപ്പൽ മുങ്ങിയതിൽ ഫോർട്ട് കൊച്ചി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസുമായി പോലീസ് മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷേ അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഇപ്പോൾ ഷാംജിയെ പോലുള്ള മത്സ്യബന്ധനം തൊഴിലാക്കി മാറ്റിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ആശങ്കകൾക്ക് ഒരു പരിഹാരമാവുന്നില്ല എന്ന് പറയുന്നു. അതായത് നിലവിൽ ഇപ്പോഴത്തെയും പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ കപ്പൽ ഇപ്പോഴും ഇതിന്റെ അടിത്തട്ടിലുണ്ട്, കടലിന് അടിത്തട്ടിലുണ്ട്. അതിന്റെ യന്ത്രഭാഗങ്ങളൊക്കെ ഒഴുകി നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. അവരുടെ ഈ മീൻപിടുത്തത്തിനുള്ള വലകളടക്കം നശിച്ചു പോകുന്ന അല്ലെങ്കിൽ തകർന്നു പോകുന്ന അവസ്ഥയുണ്ട്. ഇതിനൊക്കെ എപ്പോഴാണ് ഒരു അന്തിമ പരിഹാരം ഉണ്ടാവുക? ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ നേവിയും കോസ്റ്റ് ഗാർഡൊക്കെ ഏത് രീതിയിലുള്ള അന്വേഷണവും ഒക്കെയാണ് നടക്കുന്നത് വിഷ്ണു? പ്രജിൻ, നിലവിൽ ഈ കപ്പലിന്റെ അടിത്തട്ടിലുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. 9 അംഗ ഡീപ് ഡൈവിംഗ് സംഘം അവിടെ കഴിഞ്ഞ ദിവസം എത്തി. അവിടെ അവർ പരിശോധനകൾ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ എണ്ണച്ചോർച്ച അടക്കമുള്ള വസ്തുക്കൾ തടയുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ ശ്രമം. ഈ 13-ാം തീയതിയോടുകൂടി ഈ കപ്പലിൽ നിന്ന് എണ്ണ മറ്റ് ഒരു വെസലിലേക്ക് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കും. അതിനുശേഷം കപ്പൽ ഉയർത്താൻ ഉള്ള ശ്രമം നടത്തും. ഈ കണ്ടെയ്നറുകൾ മാറ്റാനുള്ള ശ്രമം നടത്തുമെന്നാണ് DG ഷിപ്പിംഗ് നൽകിയിട്ടുള്ള വിവരം. അമേരിക്കൻ ബേസ്ഡ് ആയുള്ള ഒരു കമ്പനിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓപ്പറേഷൻസ് ഹെഡ് ചെയ്തത്. അതിന്റെ ഭാഗമായ ഒരു 9 അംഗ സംഘം ഇപ്പോൾ തന്നെ അവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് മാറ്റിയില്ല എങ്കിൽ ആ കപ്പൽ പാത വലിയ ദുർഘടമായി മാറും. പ്രത്യേകിച്ച് സ്ഥിരമായി സഞ്ചാരയോഗ്യമുള്ള ഒരു കപ്പൽ പാതയാണ്. ആ പശ്ചാത്തലത്തിൽ അവിടെ എത്തുന്ന മറ്റ് കപ്പലുകളുടെ പ്രൊപ്പല്ലറുകളൊക്കെ അടക്കം ഈ താഴ്ത്തു കിടക്കുന്ന കപ്പലുകൾ ഇടിച്ച് ആ പ്രൊപ്പല്ലറുകളടക്കം പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്ന ആദ്യഘട്ടം മുതൽ തന്നെ ആളുകൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഒപ്പം മത്സ്യത്തൊഴിലാളികളെ ബന്ധപ്പെട്ട് അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങളും അവരുടെ ബോട്ടുകളും ഒക്കെ അതിനകത്തേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യത, വലയടക്കം കുടുങ്ങാനുള്ള സാധ്യതയൊക്കെ അവർ പറയുന്നുണ്ട്. ഈ കപ്പലിലെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് പൂർണ്ണമായി മാറ്റുകയോ അതല്ലെങ്കിൽ അവിടെ തന്നെ കൃത്യമായി സംസ്കരിക്കാൻ ചെയ്യുകയോ ചെയ്താൽ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ. DG ഷിപ്പിംഗ് കഴിഞ്ഞ പ്രാവശ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യങ്ങൾ അതീവ ഗൗരവത്തോട് നോക്കിക്കാണുന്നുവെന്നും അതിനുവേണ്ട പരിഹാരം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഏറ്റവും ആദ്യം ഈ കപ്പലിനകത്തുള്ള ഈ ഫ്യൂവൽ അത് മാറ്റുന്ന നടപടിയാണ്. അത് ജൂലൈ 3-ാം തീയതി വരെ ആ സമയം അവർ ചോദിച്ചിട്ടുണ്ട്. ആ ജൂലൈ 3-ാം തീയതിക്കുള്ളിൽ കപ്പലിൽ നിന്നുള്ള എണ്ണ പൂർണ്ണമായി മാറ്റും. അതിനിടയിൽ ഈ കണ്ടെയ്നർ, അതായത് കപ്പലിനകത്ത് കുറേ കണ്ടെയ്നർ കെട്ടിക്കിടക്കുന്നുണ്ട്, ആ കണ്ടെയ്നറുകൾ മറ്റൊരു വെസലിലേക്ക് മാറ്റും. അതിനുശേഷം അവർക്ക് കപ്പൽ ഉയർത്താനുള്ള ശ്രമം ഉണ്ടാവുക. പക്ഷേ കപ്പൽ ഉയർത്തുക എന്നുള്ളത് വളരെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. അത് എത്രത്തോളം പോസിബിൾ ആവുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. പക്ഷേ കപ്പൽ ഉയർത്താൻ സാധിച്ചില്ല എങ്കിൽ ആ പ്രദേശത്ത് തന്നെ മറ്റാർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്നാണ് അന്ന് DG ഷിപ്പിംഗ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്ന നടപടി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു നീക്കം കൂടിയാണ്. പ്രത്യേകിച്ച് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു കേസ് വേണം. നേരത്തെ സർക്കാരിന് ഒരു ആശങ്കയുണ്ടായിരുന്നു, ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. അതായത് 12 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോസ്റ്റൽ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കാനാകുമോ എന്നൊരു ചോദ്യം സംസ്ഥാന സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ എൻട്രിക്കൽ എക്സിയുമായി ബന്ധപ്പെട്ടുള്ള അപകടം നടന്നത് 50 നോട്ടിക്കൽ മൈൽ അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ കോസ്റ്റൽ പോലീസ് കേസെടുത്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴും കേസെടുക്കുന്നതിൽ തർക്കമില്ല എന്ന് നിലവിൽ നിയമോപദേശം അടക്കം ലഭിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസ് ഒരു ആദ്യപടിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ, അത്തരം നീക്കങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ കേസ് ഏറെ നിർണായകമാണ്. നേരത്തെ മൗറീഷ്യസിലടക്കം ഇത്തരത്തിൽ കപ്പൽ കത്തുന്ന ഘട്ടത്തിലും കപ്പൽ മുങ്ങുന്ന ഘട്ടത്തിലുമൊക്കെ ആളുകൾക്കെതിരെ, അതായത് കപ്പൽ ഓടിച്ച ആളുകൾക്കെതിരെ കേസ് എടുത്തിരുന്നു. കാരണം 20 മാസത്തോളമാണ് ആ ക്യാപ്റ്റൻ അവിടെ ശിക്ഷ അനുഭവിക്കുകയും വലിയൊരു തുക പിഴയായി നൽകുകയൊക്കെ ചെയ്തിരുന്നു. സമാനമായ സാഹചര്യം ഇവിടെയുമുണ്ട്. ഇപ്പോൾ ഈ ഷിപ്പ്, ഈ എൽസാ-3 എന്ന് പറയുന്ന ഷിപ്പ് മുങ്ങാൻ തന്നെ കാരണം 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് DG ഷിപ്പിംഗ് വിലയിരുത്തുന്നത്. ഒന്ന്, അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ബലാസിലുണ്ടായ വ്യതിയാനങ്ങളാണ്, അതിലുണ്ടായ തകർച്ചയാണ്. അതിന് ബലാസിൽ തകർച്ചയ്ക്ക് കാരണങ്ങളായി വരാൻ സാധിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് മെഷീനറി ഫെയിലറാണ്, അതല്ല എങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ ഫെയിലറാണ്. ഈ ഓപ്പറേഷൻ ഫെയിലർ സാധാരണമായി വരിക അത് ഈ ക്യാപ്റ്റനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത് നാവിഗേറ്റ് ചെയ്യുന്ന ആളുടെ ഭാഗത്തുണ്ടാകുന്ന പിഴവാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി നമുക്ക് മുൻപിലുള്ള പശ്ചാത്തലത്തിൽ കേസെടുക്കാതെ ഇരിക്കേണ്ട നടപടി നിലവിലില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കാം നിലവിൽ കേസ് എടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നു. കേസ് ഏറ്റവും നിർണായകമായ നടപടിയാണ്. ഇനി ഈ കമ്പനി അടക്കമുള്ള ആളുകൾക്ക് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും. പക്ഷേ ഇത് കേന്ദ്രത്തിൻ്റെ കൂടി പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരു കേസ് എടുത്തിട്ടുണ്ട്, അതിൽ മുന്നോട്ടിനി എങ്ങനെ പോകും എന്നാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഹൈക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജിയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. പ്രജിത്ത്.